ADGP അജിത് കുമാറിൻ്റെ RSS നേതാക്കളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ച, അതാണല്ലോ വലിയ വിവാദം. ഈ വിവാദത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിലേക്ക് RSS ബന്ധം ആരോപിക്കാൻ വിദഗ്ധമായിട്ടുള്ള കഥകൾ സംഘടിതമായി മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുന്നുണ്ട്, ഒപ്പം സോഷ്യൽ മീഡിയയിലും. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള ചില വസ്തുതകളെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? അറിയണം. കാര്യം എന്തുകൊണ്ടാണ് IAS IPS ഉദ്യോഗസ്ഥർക്ക് RSS ബന്ധമുണ്ടെന്നുള്ള ആരോപണം ശക്തമാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ അത്തരം ബന്ധം സൂക്ഷിക്കുന്നു എന്നതിൻ്റെ വസ്തുതയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതാവായിട്ടുള്ള K അനിൽകുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അത് നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾക്ക് പിന്നിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്. ആ ദുരുദ്ദേശങ്ങളെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് IAS IPS തമ്മിലുള്ള സ്ഥാനമാനങ്ങളും അതിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ഇവർ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള വസ്തുത തിരിച്ചറിയണം. അപ്പോൾ അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോളൂ. ADGP സന്ദർശനവും വ്യാജ വിവാദങ്ങളും. കേരളത്തിലെ 2 DGPമാർ ഇന്ന് BJPയിലാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BJP MP ആണ്. നിരവധി ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് BJPയിലെത്തി. സൈനിക മേഖലയിൽ നുഴഞ്ഞു കയറാൻ BJP സൈനിക സ്കൂളുകൾ നടത്തുന്നു. IAS IPS റിക്രൂട്ട്മെൻറ്റിൽ RSS നുഴഞ്ഞുകയറ്റം വ്യക്തമാണ്. ഇത്തരം നടപടികൾക്കെതിരെ യഥാസമയം പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPIM. IAS IPS IFS IRS കേന്ദ്ര സർവീസാണ്. അച്ചടക്ക നടപടികൾക്ക് പരിമിതമായ അധികാരമേ സംസ്ഥാന സർക്കാരുകൾക്കുള്ളൂ. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ സർവീസിൻ്റെ ഭാഗമായാണ് റിട്ടയർമെൻറ്റിന് ശേഷം പല തസ്തികകളും ലക്ഷ്യമിടുന്നവർ കേന്ദ്ര ഭരണാധികാരികളുടെ പിണിയാളുകളാകും. കോൺഗ്രസ് അത് എത്രയോ തവണ ആസ്വദിച്ചു. DGP സെൻകുമാറിനെ മാറ്റിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര വലിയ വിഷമമായിരുന്നു. ജേക്കബ് തോമസ് മുമ്പ് തന്നെ RSS ആയിരുന്നു അത്രേ. 10 വർഷമായി RSS രാജ്യത്ത് ഭരണത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥർ RSS നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പരസ്യമായ രഹസ്യമാണ്. മോഹൻ ഭാഗവതിനെ പലതവണ നേരിൽ കണ്ട ആരിഫ് മുഹമ്മദ് ഖാനെ 5 വർഷം കൂടി പദവിയിൽ തുടരാൻ അനുവദിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരാണ് CPMൻ്റെ എന്തോ താൽപ്പര്യം ADGPയുടെ സന്ദർശനത്തിലുണ്ട് എന്ന് ആരോപിക്കുന്നത്. അവരോട് ചോദിക്കട്ടെ, സ്വർണ്ണക്കടത്തിലെ കള്ളം പൊളിഞ്ഞത് കണ്ടില്ലേ? കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടി മതിയായോ? ഒരു ചുക്കും ചെയ്യില്ല. കരിവന്നൂർ RSSൻ്റെയോ BJPയുടെയോ EDയുടെയോ ഒരു സൗജന്യവും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കെട്ടിപ്പൊക്കിയ മാസപ്പടി കേസ് വിജിലൻസ് കോടതിയിൽ കുഴൽനാടനെതിരെ വിധിച്ചത് RSSൻ്റെ പിന്തുണയിലാണോ? കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ എത്ര കേസ് സുപ്രീം കോടതിയിൽ നടത്തി ജയിച്ചിരിക്കുന്നു. സർവകലാശാലകളെ RSS കൈയടക്കാനുള്ള നീക്കത്തെ നിയമനിർമ്മാണം വഴി മാത്രമല്ല, തെരുവിലെ പോരാട്ടം കൊണ്ടുകൂടിയാണ് LDF നേരിടുന്നത്. സർവകലാശാലകളിലെ സെനറ്റുകളിൽ BJPക്കാരെ നോമിനേറ്റ് ചെയ്ത ഗവർണർക്ക് UDF പിന്തുണ നൽകി. പ്രതിഫലമായി കോൺഗ്രസ് ലീഗ് പാർട്ടികൾക്കും ചില എല്ലിൻ കഷ്ണങ്ങൾ കിട്ടി. അത് കടിച്ചു പിടിച്ചാണ് VD സതീശൻ കേരള സർക്കാരിനെതിരെ കുരച്ച് ചാടുന്നത്. ദില്ലിയിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് RSS നേതൃത്വത്തോട് ചർച്ചയ്ക്ക് പോയത്. ADGP ഒരു സഹപാഠിയുമായി സേവ പിടിക്കാൻ പോയത് അയാളുടെ കാര്യം. അതിൻ്റെ ഒരു പങ്കും CPMൻ്റെ മേൽ ചാരേണ്ട. ഇതാണ് അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ പോസ്റ്റ്. വളരെ കൃത്യമായിട്ടാണ് കേന്ദ്ര സർവീസിലുള്ള IAS IPS ഉദ്യോഗസ്ഥരെല്ലാം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധം സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള RSSുമായി ചങ്ങാത്തം കൂടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ? ഇതിനെ മറയാക്കി വെച്ചുകൊണ്ടാണ് പച്ച കള്ളങ്ങൾ വിളിച്ച് സതീശനും സംഘവും കൂവുന്നത്. അതിനപ്പുറത്തേക്ക് വസ്തുതയുടെ ഒരു കണിക പോലും ആ ആരോപണത്തിലില്ല. എന്നാൽ RSSകാരും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരും ഈ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർ ശാഖകളുടെ തിണ്ണനിരങ്ങികളായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ നേട്ടങ്ങളുണ്ടാക്കാൻ RSSൻ്റെ സഹായം തേടി രാത്രി തലയിൽ മുണ്ടിട്ട് RSS ശാഖകളിൽ കയറി ഇറങ്ങിയവരാണ് ഭൂരിപക്ഷം പേരെന്ന് പറഞ്ഞത് CPMകാരല്ല, ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരും RSS നേതാക്കന്മാരുമാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് പച്ച നുണയങ്ങ് പ്രചരിപ്പിക്കുകയാണ്.